ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ യേശു ഇപ്രകാരം പറയുന്നുണ്ട്: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പഴയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കേൾക്കുന്നുണ്ട്: ദൈവം കാരുണ്യവാനും കൃപാനിധിയും ആണ്. ദൈവം കാരുണ്യം കാണിക്കുന്നതിൽ ഒരിക്കലും വിമുക്തനല്ല. തെറ്റുകളും ക്ഷമിക്കുകയും ദൈവജനത്തെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയിൽ തോമസ് അക്വിനസ് ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം കാരുണ്യം കാണിക്കുകയും ദൈവം കാരുണ്യത്തിലൂടെയാണ് മനുഷ്യനെ, ദൈവത്തെ നമ്മൾ അനുകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കാരുണ്യത്തിലൂടെയാണ്. കാരണം ദൈവം കാരുണ്യവാനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫോട്ടോ ഭയങ്കര ഫേമസ് ആകുകയുണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അമേരിക്കൻ ലേഡി ആഫ്രിക്കയിലെ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന ആ ഫോട്ടോ ഭയങ്കര വൈറലാകുകയുണ്ടായി. എല്ലാവരും ആ ഫോട്ടോയൊക്കെ കണ്ടിട്ടുണ്ടാകണം. നമ്മൾ വളരെയധികം സങ്കടത്തോടെ നമ്മൾ നോക്കിക്കണ്ട ഒരു കാര്യമാണ്, ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു കുട്ടി, അവന് ഈ ലേഡി ഭക്ഷണം കൊടുക്കുന്നതായിട്ട്, ഈ സ്ത്രീ ഭക്ഷണവും വെള്ളവും കൊടുക്കുന്ന ആ ഫോട്ടോ ഭയങ്കര വൈറലാകുകയും ആ സ്ത്രീയെ എല്ലാവരും പ്രശംസിക്കുകയൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് അതിനെക്കുറിച്ച് അതെന്താണ് എന്നറിയുവാനായിട്ട് പല ന്യൂസ് ചാനലുകളും ആ സ്ത്രീയെ സമീപിക്കുകയും അവരിൽ നിന്ന് ലഭിച്ച ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു വീഡിയോ ഇറങ്ങുകയൊക്കെ ഉണ്ടായി. ആ വീഡിയോയിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ അത് ഭയങ്കരമായിട്ട് നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും. അതിലിപ്രകാരമാണ് പറയുന്നത്: ഈ സ്ത്രീ ആ തെരുവിലൂടെ നടന്നു പോയപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടി അവശനായി തെരുവിൽ കിടക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരോട് എന്താണെന്ന് കാര്യം തിരക്കിയറിഞ്ഞു. ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് തിരക്കിയറിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ആ കുട്ടിക്ക് മാതാപിതാക്കളില്ല എന്നും ആ കുട്ടി ഒരു രോഗബാധിതനാണെന്നും. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും കുട്ടിയെ തൊടുവാനും ആ കുട്ടിക്കൊരു വെള്ളം കൊടുക്കുവാൻ പോലും ഭയമായിരുന്നുവെന്ന് അവിടെയുള്ളവർ ഈ സ്ത്രീയോട് പറയുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം കേൾക്കാതെ ആ സ്ത്രീ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളവും കുറച്ച് ബിസ്ക്കറ്റും ആ കുട്ടിക്ക് കൊടുക്കുന്ന ആ ഫോട്ടോയായിരുന്നു പിന്നെ വൈറലായിട്ട് മാറുകയും ആ സ്ത്രീയും വൈറലായിട്ട് മാറി. ആ സ്ത്രീയുടെ പേര് അന്യൂർമിയ ലുമോൺ എന്നാണ്. ആ സ്ത്രീ പ്രകാരമാണ് പറഞ്ഞത്: എനിക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് തോന്നിയത് എന്നിലുള്ള ആ ഒരു ഗുണമാണ്, കാരുണ്യമെന്ന ആ കാരുണ്യം കൊണ്ട് മാത്രമാണ്, ആ അനുകമ്പ, കാരുണ്യം ആ സ്ത്രീക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിച്ചത്. ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത്രമാത്രമാണ്. നമ്മളിൽ പലരും വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും കാരുണ്യം കാണിക്കുകയും അനുകമ്പയോടെ പെരുമാറുകയൊക്കെ ചെയ്യുമായിരിക്കാം. എന്നാൽ നമ്മളുടെ പ്രവൃത്തിയിൽ നമ്മൾ എപ്രകാരമാണ് മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുവാനായിട്ട് സാധിക്കുക? ഈ തപസ് കാലത്ത് നമ്മൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഇപ്രകാരം യേശുനാഥൻ പറയുന്നുണ്ട്: ബലിയല്ല, കരുണയാണ് എനിക്ക് ആവശ്യം. യേശു ആവശ്യപ്പെടുന്നത് നമ്മിലുള്ള ആ പ്രവൃത്തി, കാരുണ്യപ്രവൃത്തി നമ്മൾ കാണിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ സന്തോഷിക്കുക. യേശുനാഥൻ കാണിച്ചു തന്നതും അതുതന്നെയാണ്. യേശുവിൻ്റെ അനുദിന ജീവിതത്തിൽ രോഗങ്ങൾ സുഖപ്പെടുത്തിയും പാപികളെ ചേർത്ത് പിടിച്ചും നമുക്ക് വേണ്ടി രക്ഷ കൈവരിച്ചുകൊണ്ടും കുരിശിൽ മരിച്ചുകൊണ്ട് യേശുവിൻ്റെ ഏറ്റവും മഹത്തരമായ ആ കാരുണ്യം നമുക്ക് കാണിച്ചു തന്നു. ഈ തപസ് കാലത്ത് നമുക്കും കരുണയുള്ളവരായിരിക്കാം. നമ്മിലുള്ള ആ അനുകമ്പയും കാരുണ്യവും നമുക്ക് മറ്റുള്ളവരിലേക്കും നമുക്ക് എത്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.